ഹലോ ഹായ് SBT ടോക്സിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ള വാർത്തകൾ അധികവും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കേൾക്കാറ്, പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് എന്നൊക്കെ. എന്നാൽ അതിപ്പോൾ കേരളത്തിലും വന്നു. ഉടൻ തന്നെ ഗവൺമെന്റും അതുപോലെ ഇവിടുത്തെ സമൂഹവും അതിനെതിരെ തിരിഞ്ഞില്ലെങ്കിൽ കേരളം നശിച്ചു പോകും. കേട്ടു നോക്കൂ. പത്തനംതിട്ടയിൽ ക്രൈസ്തവ ദേവാലയത്തിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ. ചർച്ച് ട്രസ്റ്റിയുടെ മൊഴി പ്രകാരം പത്തനംതിട്ട പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. പത്തനംതിട്ട വാര്യാപുരം കൊല്ലമ്പടി സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് ചാപ്പലിന്റെ ജനൽ ഗ്ലാസുകളാണ് പ്രതികൾ അടിച്ചു തകർത്തത്. ചുരുളിക്കോട് സ്വദേശി 21-കാരൻ സുദേശ്, വാര്യാപുരം സ്വദേശികളായ 22-കാരൻ ചാരുദത്തൻ, 21-കാരൻ അമൽ സഹദേവൻ, മൈലപ്ര സ്വദേശി 20-കാരൻ ആനന്ദു എന്നിവരാണ് ആക്രമണം നടത്തിയത്. ചർച്ച് ട്രസ്റ്റി KC വർഗീസിന്റെ മൊഴി പ്രകാരം പത്തനംതിട്ട പോലീസ് കേസെടുത്തു. മതവികാരം വ്രണപ്പെടുത്തി ലഹള ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് അതിക്രമം കാട്ടിയതിനാണ് കേസെടുത്തത്. പ്രതികൾക്ക് ദേവാലയവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ട്രസ്റ്റി മൊഴി നൽകി. വിശദമായ അന്വേഷണത്തിൽ പത്തനംതിട്ട പോലീസ് 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ട്രസ്റ്റി പ്രതികളെ തിരിച്ചറിഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചപ്പോൾ പ്രതി സുധീഷിന്റെ കൈക്ക് മുറിവേറ്റിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട. പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ മതം കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പേഴ്സണൽ ആണെങ്കിൽ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിന്റെ നേരെയായിരിക്കും ഈ ഒരു ആക്രമണം ഉണ്ടാവുക. പക്ഷെങ്കിൽ ഇത് നടന്നിട്ടുള്ളത് ഒരു ചർച്ചിന്റെ, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേരെയാണ്. അതായത് ഇതൊരിക്കലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് ഉണ്ടാക്കിയതാവാം. ഇതൊരു പ്രത്യേകം ഒരു മതവിഭാഗമാണ് ഇത് ചെയ്തിട്ടുള്ളെങ്കിൽ, അതായത് ഇസ്ലാം, മുസ്ലിംസ് ആണ് ഇത് ചെയ്തിട്ടുള്ളെങ്കിൽ ഇതൊരു നാഷണൽ വൈഡ് ന്യൂസ് ആയിട്ടില്ലെങ്കിൽ അതാക്കി തീർക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഇതിൽ അങ്ങനെയൊന്നും നടന്നില്ല. എന്തുകൊണ്ട്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് കേരളം എപ്പോഴും ഒരു അത്ഭുതമാണ്, ഒരു ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾ, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആവട്ടെ, എല്ലാവരും സഹോദരന്മാരായിട്ടാണ് ഇവിടെ കഴിയുന്നത്. എന്നാൽ ഈ ഒരു കാര്യം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഏതാനും ചിലർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തുള്ള വിഷപ്പാമ്പുകളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. അതിപ്പോൾ ഒരു റിലീജിയന്റെ കാര്യമല്ല, അത് എല്ലാ റിലീജിയനിലും ഉണ്ട്. അത് മുസ്ലിം ആവട്ടെ, അല്ലെങ്കിൽ ഹിന്ദുയിസമിലാവട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലാവട്ടെ, എല്ലാ റിലീജിയനിലും ഇതുപോലത്തുള്ള വിഷപ്പാമ്പുകളുണ്ട്. അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അതുപോലെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ കേരളവും തകരും. ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഒരു ലേബൽ കേരളത്തിന് പോകും. ഓൾറെഡി കേരളം ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്രിമിനൽ കേസസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഡ്രഗ്സിന്റെ കേസസ് അത് വേറെയും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാൽ, ഈ വർഗീയത എന്നൊരു കാര്യം കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറും. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പോരാടുക. ഇപ്പോൾ നമ്മളെ നിയമം ചെയ്യുക, ഇവരെ ശിക്ഷിക്കുമായിരിക്കും. പക്ഷെങ്കിൽ ഇവരുടെ പിന്നിൽ കളിച്ച ആളുകൾ, ഇതിന്റെ ഒറിജിൻ, മൂല കാരണം, അതിനെ കണ്ടെത്തുക, അവരെ ഒറ്റപ്പെടുത്തുക സമൂഹത്തിൽ നിന്നും. എന്നാൽ മാത്രമേ കേരളത്തിന് ഒരു രക്ഷയുണ്ടാവുകയുള്ളൂ. കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും വർഗീയത എന്നൊരു കാര്യം കാലുവെച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്രിസ്മസിന്റെ സമയം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നടു റോട്ടിൽ വെച്ച് ഒരു പാസ്റ്ററിനെ ആളുകൾ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ന്യൂസസിൽ കേട്ടതാണ്. അതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെച്ച കാല് പിഴുതെറിയുകയാണ് ചെയ്യേണ്ടത്. അതിന് എല്ലാവരും, കേരളത്തിലെ എല്ലാ ജനതയും ഒറ്റക്കെട്ടായി നിന്ന് അത് പിഴുതെറിയ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ കേരളത്തിന്റെ നാശമാണ് അവിടെ.